അത് സുരേഷ് ലിംഗ സർ ഒരു മെയിൻ ഒരു അട്രാക്റ്റീവ് ഒരു പോയിന്റ്. കുറെ 12 വർഷത്തിന് ശേഷം അദ്ദേഹം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു മൂവിയാണ്. അദ്ദേഹത്തിനെ ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറെ ടൈം ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്, അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണോ? ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടം ദൈവത്തിന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത് കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. ഷൈൻ്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ്? ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? നമ്മളിപ്പോൾ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോൾ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? കുഞ്ഞവരാ, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാറ്റ നല്ല കാശല്ലേ? അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ചാൽ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? അതിനാണ് അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഷൈൻ അവതരിപ്പിച്ച പത്രപ്രവർത്തകന് ചില പത്രപ്രവർത്തകരുടെ മാനസികമായിട്ട് സാമ്യം. ഞാൻ മനുഷ്യൻ, അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ, ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ മനുഷ്യന്മാര്. പിന്നെ സാദൃശ്യം തോന്നിട്ട് പിന്നെ all the dreams like tingle stars, the tingle stars like glowing gems.